വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ അടിയന്തര ധനസഹായം അക്കൗണ്ടിൽ വന്നതിന് പിന്നാലെ വായ്പ EMI പിടിച്ച സംഭവത്തിൽ കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തം. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിലെ ഗ്രാമീണ ബാങ്കിന്റെ റീജിയണൽ ഓഫീസ് DYFIയും യൂത്ത് കോൺഗ്രസും ഉപരോധിച്ചു. സ്ഥലത്ത് വൻതോതിൽ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. DYFI, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, യുവമോർച്ച അടക്കമുള്ള സംഘടനകളാണ് ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഇന്നു രാവിലെ 8 മണിയോടെയാണ് DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി ബാങ്ക് ഓഫീസിന് മുന്നിൽ എത്തിയത്. എന്നാൽ ബാങ്കിലേക്ക് പ്രതിഷേധക്കാർ കടക്കുന്നത് തടയാൻ പോലീസ് ഷട്ടറുകൾ അടച്ചു. ഷട്ടറിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു DYFI പ്രതിഷേധം. തുടർന്ന് 9 മണിയോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് അടിയന്തര ധനസഹായമായി സംസ്ഥാന സർക്കാർ നൽകിയ 10,000 രൂപയിൽ നിന്നും ബാങ്കിന്റെ വായ്പാ കുടിശ്ശികയിലേക്ക് EMI പിടിച്ചതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ബാങ്ക് വായ്പകൾ ഉടനെ തിരിച്ചടക്കേണ്ടതില്ലെന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെയും സർക്കാരിന്റെയും ഉറപ്പ് നിലനിൽക്കെയാണ് തുക തിരിച്ചുപിടിച്ചത്. 1,500 രൂപ മുതൽ 5,000 രൂപ വരെ ബാങ്ക് പിടിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ബാങ്കിന്റെ ചൂരൽമല ശാഖയിൽ നിന്ന് വായ്പ എടുത്തവരിൽ നിന്നാണ് പ്രതിമാസ തിരിച്ചടവ് ഈടാക്കിയത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന 10 പേർ ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. നടപടി വിവാദമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നം പരിഹരിക്കാൻ കലക്ടറോട് നിർദ്ദേശിച്ചിരുന്നു. ദുരിതബാധിതർക്ക് സർക്കാരിൽ നിന്ന് സഹായധനമായി നൽകിയ 10,000 രൂപയിൽ നിന്ന് പിടിച്ചെടുത്ത തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ DR മേഘശ്രീ ഉത്തരവിറക്കി. സർക്കാർ അനുവദിച്ച സഹായധനത്തിൽ നിന്നും വായ്പയിലേക്ക് തുക ഓട്ടോമാറ്റിക്കായി കട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും ഇത് തികച്ചും സാങ്കേതിക തകരാർ മൂലം സംഭവിച്ചതാണെന്നും വിശദമാക്കി ബാങ്ക് അധികൃതരും രംഗത്തെത്തി. ഇതുകാരണമുണ്ടായ ഏത് പരാതികളും ഉടൻ പരിഹരിക്കുമെന്നും ബാങ്ക് റീജിയണൽ മാനേജർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Way2Nikah.com, the exclusive Muslim matrimonial site.